ഫാത്തിമ ഷക്കീർ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കട്ടാ. ഈ കാണുന്ന HP യിലേക്ക് ഹോസ്റ്റ് ആക്കണേ. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മുടെ കോഴ്സ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മള് ബികോം ഒക്കെ പഠിച്ചവരുണ്ട്. എന്താണ് സിമ്പിൾ ആയിട്ട് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്? അക്കൗണ്ടിങ്, വാട്ട് ഈസ് അക്കൗണ്ടിങ്? Accounting is ആർക്കെ പറയാൻ പറ്റാ? the art of recording, classifying, summarizing in a significant manner and in terms of money transactions. ഡെഫിനേഷൻ ഒക്കെ കാണാണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഉറക്കത്ത് വെച്ചാലും ഡെഫിനേഷൻ ആരും അങ്ങനെ മറക്കൂല. നമ്മളെല്ലാരും ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? നമ്മുടെ ഒരു അക്കൗണ്ടിങ് നമ്മൾ മീനിങ് പറഞ്ഞു. അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദി ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ആൻഡ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. ഇങ്ങനത്തെ മീനിങ് പറയാം. എന്താണ് അതിന്റെ നമ്മൾ മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയാം? ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ബിസിനസ് ചെയ്ത് എന്നുള്ളതിന് എത്ര പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്ത്. യെസ്, അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ചുമ്മാ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോയാൽ പോരാ. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മളെ ബിസിനസ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റുപാട് ഒരുപാട് ബിസിനസ് കാണാൻ പറ്റും അല്ലെ? സർവീസ് ബിസിനസ് ഉണ്ട്, ട്രേഡിംഗ് ബിസിനസ് ഉണ്ട്, മാനുഫാക്ചറിങ് ബിസിനസ് ഉണ്ട്, സർവീസ് ബിസിനസ്, അങ്ങനെ ഒരുപാട് ബിസിനസ് ഉണ്ട്. ഇപ്പൊ നമ്മള് സ്കൂള്, ഹോസ്പിറ്റല് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സർവീസ് ബിസിനസിന്റെ കാറ്റഗറിയിൽ പെടുത്താം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മോള്, ഇപ്പൊ നമ്മള് പലചരക്ക് കടകൾ അല്ലെ, അതൊക്കെ സാധാ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇതൊക്കെ ഏതാണ്? നമുക്ക് സാധാ ട്രേഡിംഗ് ബിസിനസ്സിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, അതായത് സാധനങ്ങൾ, പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുക എന്നിട്ട് വിതരണം ചെയ്യുക, ഇതിനാണ് മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലെ? ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഇത്രയും ബിസിനസ്സിലൊക്കെ എന്തുണ്ട്? അക്കൗണ്ട്സ് ഉണ്ട് അല്ലെ? എല്ലാ ബിസിനസ്സിലും പണ ഇടപാടുകൾ ഉണ്ട്. പണ ഇടപാടുകളുള്ള എല്ലാ ബിസിനസ്സിലും എന്ത് വേണം? അക്കൗണ്ട്സ് വേണം. ഇപ്പൊ നമ്മളൊരു ഷോപ്പ് നടത്തിക്കൊണ്ടു പോകണം, നമ്മളാണ് അതിന്റെ ഓണർ. അവിടെ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ ബിസിനസ് തുടങ്ങാം അല്ലെ? അതിന് പറയുന്നതാണ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ ഇറക്കി, പർച്ചേസ് ചെയ്തു. വാങ്ങിക്കുക എന്നുള്ളതിന്റെ അക്കൗണ്ടിങ് ടേം ആണ് പർച്ചേസ്. നമ്മൾ പർച്ചേസ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യും അല്ലെ? അവിടെ ഒരു ടേം വരും, സെയിൽസ്, വിൽക്കുക, സോൾഡ്. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് എക്സ്പെൻസസ് വരും. ഷോപ്പിന്റെ ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെ ഇൻകംസ് ഉണ്ടാവും. നമ്മൾ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നു, അപ്പൊ നമുക്ക് വരുമാനം കിട്ടുന്നു അല്ലെ? അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ, ഡെയിലി ട്രാൻസാക്ഷൻസ്, നമ്മൾ മണി ഇടപാടുകൾ, ഡെയിലി മണി ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഓണർ ആയിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാവല്ലോ, എത്ര എക്സ്പെൻസ് കറക്റ്റ് ഉണ്ട്, എത്ര ഇൻകം ഉണ്ട്. ലാസ്റ്റ് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് അത് റിപ്പോർട്ട് നോക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. അപ്പോ നമുക്ക് മാനുവലായിട്ട് അക്കൗണ്ട്സ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം? സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റത്തിലും
അക്കൗണ്ട്സ് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ടാലി, പേസ്ട്രി, ക്യൂബി, അതുപോലെ തന്നെ ട്രേഡീസ് ഇത്തരം സോഫ്റ്റ്വെയറിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അക്കൗണ്ട്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അതുപോലെ തന്നെ മാനുവൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഞാൻ മാനുവൽ ആയിട്ട് എങ്ങനെയാണ് നമ്മളെ ഫൈനൽ അക്കൗണ്ട്സ് റിപ്പോർട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതായത് അതിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ജേണൽ ട്രാൻസാക്ഷൻസ് കിട്ടുമ്പോൾ ജേണൽ ചെയ്യാം, പിന്നെ ലെഡ്ജർ, പിന്നെ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഫൈനൽ റിപ്പോർട്ട്സ് ഒരു ഷോപ്പിലെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാനുവലി അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് പഠിച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ കുറച്ച് ക്ലാസ് തിയറി ആയിട്ട് ഇങ്ങനെ പോവാം. പിന്നെ നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് അക്കൗണ്ടിങ് ടേംസ് ഉണ്ട്, അതറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ. ഞാനിപ്പോ പറഞ്ഞു, എന്താണ് ക്യാപിറ്റൽ? ക്യാഷ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാ, ഒരു ബിസിനസ് തുടങ്ങുമ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നു. അപ്പൊ അതിന്റെ ഓണർ ഒന്നാവാം, അതിൽ കൂടുതലാവാം, പാർട്ട്നേഴ്സ് ആവാം. അവര് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെയാണ് ക്യാഷ് ആയിട്ടോ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടോ ഉണ്ടാവാം. ഓക്കെ, ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ടേമാണ് അസറ്റ്. കേട്ടിട്ടുണ്ടോ അസറ്റ്? ബികോം സ്റ്റുഡൻസിനൊക്കെ അറിയണ്ടാവും എന്താണ് അസറ്റ്സ്. നമ്മളെ ആസ്തി. യെസ്, മലയാളത്തിൽ മീനിങ് പറയുകയാണെങ്കിൽ ആസ്തി എന്ന് പറയും. Asset. An asset is anything owned by a business that has value. Asset helps a business earn income in the future. അതായത് അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വാല്യൂ ഉള്ള ഒരു വസ്തു ആയിരിക്കും. അത് നമുക്ക് ബിസിനസ്സിന് ഭാവിയിലേക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അസറ്റ് എന്ന് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഷോപ്പ്, നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണമെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ അസറ്റ്സ് എന്ന് പറയുന്നത് ആ ഷോപ്പിന്റെ ബിൽഡിംഗ്. ഓക്കെ, നമുക്ക് ഷോപ്പ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ്, അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള ഫർണിച്ചേഴ്സ്, ടാബിളൊക്കെ ഉണ്ടാവില്ലേ, ടാബിള്, ചെയർസ്, സിസ്റ്റം, ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടാവില്ലേ, ഇതൊക്കെയാണ് എന്ത് അസറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ഒരു അസറ്റ് ആണ്, ബാങ്ക് ബാലൻസ് അസറ്റ് ആണ്. ഈ അസറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റ്. യെസ്, ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ്, ദെൻ കറന്റ് അസറ്റ്സ്. എന്താണ് ഫിക്സഡ് അസറ്റ്സ്? ക്യാഷ്, ഫിക്സഡ് അസറ്റ് ആണ്. ലാൻഡ്, ബിൽഡിങ്. യെസ്, അതിന് മീനിങ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ടേമായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ബിസിനസ്സിലേക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന, ഒരുപാട് കാലത്തേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്സ്. അസറ്റ്സ് യൂസ്ഡ് ഇൻ ദി ബിസിനസ് ഫോർ എ ലോങ് പീരിയഡ്. മനസ്സിലായല്ലോ? ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്സ്. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളില് ലാൻഡ്, ഷോപ്പ് തുടങ്ങാനായ ലാൻഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ബിസിനസ് തുടങ്ങാനായ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചേഴ്സ്, കമ്പ്യൂട്ടർ ഒക്കെ എന്തിൽ പെടും? ഫിക്സഡ് അസറ്റ്സിൽ പെടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യുന്നതല്ലേ. പെട്ടെന്ന് വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കും നമ്മള്? ഇല്ലല്ലോ. ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് അസറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് കറന്റ് അസറ്റ്സ്. എന്താണ് കറന്റ് അസറ്റ്സ്? ഷോർട്ട് പീരീഡ്. ഷോർട്ട് ടേം റിസോഴ്സസ്. യെസ്, assets that can be converted into cash within a short period.
അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ എന്ന് പറയാം. ഓക്കെ, ചെറിയ പീരീഡിനുള്ളിൽ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ് എന്ത്? കറന്റ് അസറ്റ്സ്. എന്തൊക്കെ ആയിരിക്കും എക്സാമ്പിൾസ്? goods, യെസ്, ഗുഡ്സ് ഓർ ഇൻവെന്ററി. ഗുഡ്സ് ഓർ ഇൻവെന്ററി. ദെൻ പ്രോപ്പർട്ടി, വാട്ട് പ്രോപ്പർട്ടി? ക്യാഷ്. ക്യാഷ് ഒരു കറന്റ് അസറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസസ്. ബാങ്ക് ബാലൻസസ് കറന്റ് അസറ്റ് ആണ്. ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയോ? എന്താ ഡെപ്റ്റേഴ്സ്? കൊമേഴ്സ് ആർക്കൊക്കെ അറിയണ്ടോ എന്താ ഡെപ്റ്റേഴ്സ്? നമ്മൾക്ക് ക്യാഷ് തരാനുള്ളവര്. യെസ്, നമ്മള് കടത്തിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാല് കസ്റ്റമർ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരണം അല്ലെ? അപ്പൊ നമ്മുടെ കസ്റ്റമറിനെ പറയുന്നതാണ് എന്ത്? ഡെപ്റ്റേഴ്സ്. നമുക്ക് ക്യാഷ് തരാനുള്ളവരെ പറയുന്നതാണ് ഡെപ്റ്റേഴ്സ്. ബിസിനസ്സിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോ കറന്റ് അസറ്റ്സിന് എക്സാമ്പിൾസ് ക്യാഷ്, ബാങ്ക്, ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ്. ഫിക്സഡ് അസറ്റ്സിന് എക്സാമ്പിൾസ് ലാൻഡ്, പറഞ്ഞോ? ലാൻഡ്, ലാൻഡ്, കമ്പ്യൂട്ടർ, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ഫർണിച്ചേഴ്സ്, മെഷീനറീസ്. ഫാക്ടറി ഒക്കെ ആണെങ്കിൽ മെഷീനറീസ് ഒക്കെ വരും. മെഷീനറീസ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച വണ്ടികൾ ഉണ്ടാവില്ലേ, വെഹിക്കിൾസ്. ഇതും എന്താണ്? ഫിക്സഡ് അസറ്റിന്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, പിന്നെ വേറൊരു കാറ്റഗറിയും കൂടെ ഉണ്ട്, ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയും. ഇൻടാൻജിബിൾ അസറ്റ്സ്. ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ് ദാറ്റ് ഹാവ് നോ ഫിസിക്കൽ ഫോം ബട്ട് ഹാവ് എ വാല്യൂ. എന്താ മീനിങ്? പാറ്റന്റ്, ട്രേഡ് മാർക്ക് അങ്ങനത്തെ ഒക്കെ സംഭവം. യെസ്, അതന്നെ. ആരാ പറഞ്ഞ? ഞാൻ സന. സന, വെരി ഗുഡ്. അതായത് നമുക്ക് വാല്യൂ ഉണ്ട്, അസറ്റ്സിന് വാല്യൂ ഉണ്ട്, പക്ഷെ അതിനൊരു ഫിസിക്കൽ ഫോം ഇല്ല. വി കാൺ ടച്ച് ഓഫ്. യെസ്, അതായത് അതിന് എക്സാമ്പിൾസ് ആണ് ഗുഡ് വില്ല്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ് ഒക്കെ. അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് റൺ ചെയ്ത് പോകുമ്പോൾ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ബിസിനസ്സിനൊരു ഗുഡ് വിൽ ഉണ്ടാവും. ഗുഡ് വിൽ എന്ന് പറയുന്നത് മലയാളത്തിൽ മീനിങ് പറയുകയാണെങ്കിൽ സൽപ്പേര് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, ഇതൊക്കെ എന്താണ്? ഇൻടാൻജിബിൾ അസറ്റ്സിൽ വരും. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പിന്നെയുള്ള ടേം ആണ് എന്ത്? ലാബിലിറ്റി. ലാബിലിറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് ബിസിനസിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്? ഇതൊക്കെ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ലാബിലിറ്റി എന്ന് പറയുന്നത് മലയാളത്തിൽ മീനിങ് എന്താ വരാ? യെസ്, ബാധ്യത. കൊമേഴ്സ് ആർക്കൊക്കെ അറിയണ്ടോ? കൊമേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് മീനിങ് എന്താണ്? ബാധ്യത. ബാധ്യത. ഓക്കെ, എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടാവും ബിസിനസ്സിന്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? എന്തൊക്കെ ആയിരിക്കും? എന്തൊക്കെ ആയിരിക്കും? ലോണ്, ലോൺ. യെസ്, ലോൺസ് ഒക്കെ ഉണ്ടാവില്ലേ? നമ്മൾ ബിസിനസ് റൺ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മതിയാവാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ലോൺ എടുക്കും, കടം എടുക്കും അല്ലെ? അപ്പൊ അതൊക്കെ തന്നെയാണ് എന്ത്? ബിസിനസിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധനങ്ങള് നമ്മളെ വെണ്ടർ അടുത്തുനിന്ന് കടത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താവും? അതൊരു ലാബിലിറ്റി ആവും. അപ്പൊ ആ വെണ്ടറെ നമ്മൾ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള നമ്മളെ വെണ്ടറെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ലാബിലിറ്റി. Liability is an amount that a business owes to others. ഓക്കെ, അതിൽ തന്നെ കറന്റ് ലാബിലിറ്റി ഉണ്ട്, ലോങ് ടേം ലാബിലിറ്റി ഉണ്ട്. കറന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് ലാബിലിറ്റീസ് ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ഇൻ വിത്തിൻ 1 ഇയർ. അതായത് 1 ഇയറിന്റെ ഉള്ളിൽ പേ ചെയ്ത് തീർക്കുന്നതാണ് എന്ത്? കറന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആയിരിക്കും. ഓക്കെ, ലാബിലിറ്റീസ് പേയബിൾ ആഫ്റ്റർ മോർ ദാൻ 1 ഇയർ. എക്സാമ്പിൾസ് എന്തൊക്കെ ആയിരിക്കും? ബാങ്ക് ലോൺസ്, ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ടൈപ്പ് ഓഫ് ലോൺ തന്നെയാണ്. ഓക്കെ, അതായത് ലോങ് ടേം ആയിട്ടുള്ള ബാധ്യതകളാണ് എന്ത്? ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ട് നമ്മൾ ബിസിനസ്സിൽ കടമായിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ
ഡിസ്കസ് ചെയ്തു ക്യാപിറ്റൽ, ലാബിലിറ്റി, സെറ്റ്സ് Assets. അല്ലെ. ഇനി എന്താണ് ഇൻകം? Income. ഇൻകം കിട്ടാനുള്ള മലയാളത്തിൽ മീനിങ് പറയുകയാണെങ്കിൽ വരുമാനം. കേൾക്കുന്നില്ലേ? ഇൻകം is the money earned by a business. It increases the profit of the business. അതായത് എന്താണ്? ഇൻകം ഈസ് ദ മണി ഏൺഡ് ബൈ എ ബിസിനസ്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഗ്രോസറി ഷോപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഷോപ്പിൽ നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ക്യാഷ് കൂട്ടിയിട്ട് അത് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ലാഭം കിട്ടുന്നില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ ബിസിനസ്സിന് മറ്റുള്ള സോഴ്സ് വഴി ലാഭം കിട്ടുന്നതൊക്കെ ഇൻകം കാറ്റഗറിയിൽ വരും. അതുപോലെ തന്നെ ബിസിനസ്സിന് എന്തുണ്ട്? എക്സ്പെൻസും ഉണ്ട്. ഒരു ബിസിനസ് റൺ ചെയ്ത് നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിസിനസ് പല ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് വരും. ഇതൊക്കെയാണ് ബിസിനസിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് നമ്മൾ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. സെയിൽസ് എന്താണ്? ഇങ്കാണ്. യെസ്, ഇങ്കാണ്. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. വേറെ എന്തൊക്കെ വരും എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ? ഒരു ഷോപ്പ് തന്നെ എടുത്ത് നോക്കാം, ഒരു ഗ്രോസറി ഷോപ്പ്. അവിടെ എന്തൊക്കെ എക്സ്പെൻസ് വരും? എന്തൊക്കെ വരും? പർച്ചേസ് ചെയ്യാൻ ഒന്ന് പർച്ചേസ്, മെയിൻ എക്സ്പെൻസ് പർച്ചേസ് തന്നെയാണ്. പിന്നെ എന്തൊക്കെ വരും? സാലറി എടുക്കാൻ, ഏത്? സാലറി. യെസ്, നമ്മുടെ സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കണ്ടേ? അത് ബിസിനസിന്റെ എക്സ്പെൻസ് അല്ലേ? സാലറി കൊടുക്കണം. ഫാക്ടറിയിലാണെങ്കിൽ വർക്കേഴ്സിന് വേജസ് കൊടുക്കണം, അത് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ നമ്മള് ബിൽഡിംഗ് റെന്റിലാണെങ്കിൽ റെന്റ് കൊടുക്കണം, വേണ്ടേ? ഇതൊക്കെ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ് എക്സ്പെൻസ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് എന്തായിരിക്കും? ഇങ്കാണ്. ഇൻകം. ഓക്കെ, ഇതൊക്കെ പിന്നെ മെയിൻ ടേം ആണ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. എന്താ ഡെപ്റ്റേഴ്സ്? നമ്മുടെ അടുത്ത് നിന്ന് കടം വാങ്ങി. വാങ്ങിയവരെ. യെസ്, നമ്മുടെ അടുത്തുനിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു അല്ലെ, അവരെ നമുക്ക് ക്യാഷ് തരണം. അപ്പൊ നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാൻ. യെസ്, നമ്മൾ സാധനങ്ങൾ കടത്തിന് പർച്ചേസ് ചെയ്തു, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഒരു ടേം ഉണ്ട് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബികോം സ്റ്റുഡൻസിനൊക്കെ എന്തായാലും അറിയും. പറ, എന്താണ് എന്താ ഡ്രോയിങ്സ്? എന്താണ്? സന പറഞ്ഞോട്ടെ. സന തസ്ലീന. നമ്മള് അസെറ്റ്സ് ആണോ? ഉം? അസെറ്റ്സ് ആണോ? ഓണേഴ്സ് No. വിളിക്കുന്ന ക്യാഷ്. ആരോ പറയുന്നുണ്ട്, പറ. ഓണേഴ്സ്, നമ്മള് ഉം. ഓണർമാര് വിളിക്കുന്ന ക്യാഷ്. യെസ്, അതായത് ബിസിനസിന്റെ ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ സ്റ്റോക്കോ സാധനങ്ങളോ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മീനിങ് പറയുകയാണെങ്കിൽ ഡ്രോയിങ്സ് ആർ മണി ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. ഡ്രോയിങ്സ് റെഡ്യൂസ് ദ ഓണേഴ്സ് ക്യാപിറ്റൽ. മനസ്സിലായല്ലോ? ഡ്രോയിങ്സ് വരുമ്പോ അത് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, പിന്നെയുള്ള ടേം ആണ് എന്ത്? സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി. എന്താണ് സ്റ്റോക്ക്, ഇൻവെന്ററി? ഒന്നുമില്ല, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വിൽക്കാൻ ആവശ്യമായിട്ട് വാങ്ങി വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു ഗ്രോസറി ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള സകല ഐറ്റംസും അല്ലെ, എല്ലാം വിൽക്കാൻ വെച്ചതല്ലേ. അങ്ങനെ വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത ഐറ്റംസിനാണ് നമ്മൾ സ്റ്റോക്ക് ഓർ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ അല്ലേ? പിന്നെ ട്രാൻസാക്ഷൻസ് നമ്മൾ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻസ്. എന്താണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്? എന്താണ്? ഇടപാടുകൾ അല്ലെ? ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇടപാടുകൾ. അതായത് നമ്മൾ ഒരു ഷോപ്പ് റൺ ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ഡെയിലി ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെയാണ് അക്കൗണ്ടിങ് ടേമിൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻ എന്നുള്ള ടേം മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിന്റെ നോട്ട്സ് തരട്ടെ കുറച്ച്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്, എന്നാലും ഒരു നോട്ട്സ് എഴുതിക്കോ സിമ്പിൾ ആയിട്ട്. ജസ്റ്റ് എന്തൊക്കെയാണ് ഓരോ ടേംസ്, അതിന്റെ മീനിങ് എന്താണെന്നുള്ളത്. നോട്ട് തരട്ടെ? നോട്ട് എടുത്തിട്ടില്ലേ? നോട്ടും പിന്നെ എടുക്ക്. റെഡി അല്ലേ? Okay. അല്ലേ? എല്ലാം റെഡി അല്ലേ? ജസ്റ്റ് ടൈറ്റിൽ കൊടുക്കാം അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ടൈറ്റിൽ കൊടുക്കാം. മീനിങ് എഴുതാം. Accounting is the process of recording, classifying, summarizing, and reporting the financial transactions of a business. And reporting the financial transactions of the business. Accounting is the process of recording, classifying, summarizing, and reporting the financial transactions of a business. It helps to know the financial position. നമ്മൾ എന്തിനാ അക്കൗണ്ട്സ് ചെയ്യുന്നത്? ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത്. എന്നിട്ട് വേണം നമുക്ക് ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ. It helps to know the financial position. It helps to know the financial position and performance of the business. It helps to know the financial position and performance of the business and supports decision making. എഴുതിയോ? ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ടേംസ് എഴുതാം. ടേംസ് ഓഫ് അക്കൗണ്ടിങ് ഹെഡിങ് കൊടുക്കാം. മെയിൻ ഹെഡിങ് ടേംസ് ഓഫ് അക്കൗണ്ടിങ്. സബ് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് വൺ അസറ്റ്.
അസെറ്റ്. മീനിങ് ഏതാ? an asset is anything. An asset is anything owned by a business. Owned, OWNED, owned by a business that has value. That has value. That has value. Assets help the business. Assets help the business earn income in the future. Assets help the business earn income in the future. എഴുതി കഴിഞ്ഞാൽ താഴെ അതിന്റെ അഗൈൻ സബ് ഹെഡിങ് ആയിട്ട് ജസ്റ്റ് കൊടുക്കാം എ ബി എന്ന് എഴുതിക്കും. എ എഴുതാ കറന്റ് അസെറ്റ്സ്, സ്മോൾ ലെറ്റർ എന്ന് എഴുതിയിട്ട് എഴുതാ കറന്റ് അസെറ്റ്സ്. രണ്ട് ടൈപ്പ് ഓഫ് അസെറ്റ്സ് ഉണ്ട്. ഒന്ന് കറന്റ് അസെറ്റ്സ്, പിന്നെ ഫിക്സഡ് അസെറ്റ്സ്. അപ്പൊ നമ്മൾക്ക് മെയിൻ ആയിട്ട് കറന്റ് അസെറ്റ്സ്, ഫിക്സഡ് അസെറ്റ്സ് മതി. പിന്നെ ഒരു അസെറ്റ്സ് കൂടെ ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്. ജസ്റ്റ് എഴുതാ കറന്റ് അസെറ്റ്സ്. മീനിങ് എഴുതാ assets that can be converted into cash within 1 year. Assets that can be converted into cash within 1 year. Examples are the cash, bank, inventory, debtors. Cash, bank, inventory, debtors. Second one, fixed assets. B എന്ന് പറഞ്ഞിട്ട് എഴുതാ B, fixed assets. Meaning ഏതാ? Assets used in the business for a long period. Assets used in the business for a long period. Assets used in the business for a long period. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? എന്തൊക്കെയാ എക്സാമ്പിൾസ്? ലാൻഡ്, യെസ്, ലാൻഡ്, then building, building, Furniture. furniture, machinery, computer, machinery, computer, vehicles. Okay, examples ചെയ്തു. ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, കമ്പ്യൂട്ടർ, വെഹിക്കിൾസ്.
അക്കൗണ്ടിങ് ടേംസിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എഴുതി. ഇനി സെക്കൻഡ് ലാബിലിറ്റി, ഹെഡിങ് കൊടുക്കുക ലാബിലിറ്റി. ലാബിലിറ്റി ഹെഡിങ് കൊടുക്കുക, മീനിങ് എഴുതാം. A liability is an amount. A liability is an amount a liability is an amount that a business owes to others. That a business owes to others. That a business owes to others. OWES, owes to others. It is a financial obligation. It's a financial obligation. It's a financial obligation that must be paid in future. That must be paid in the future. ലാബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യതകളാണ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഫ്യൂച്ചറിൽ കൊടുത്തു തീർക്കണം. ഓക്കെ, അതിന്റെ കാറ്റഗറി എഴുതാം. കാറ്റഗറീസ് ഓഫ് ലാബിലിറ്റീസ് ഹെഡിങ് കൊടുത്തിട്ട് സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കറന്റ് ലാബിലിറ്റീസ്. കാറ്റഗറീസ് ഓഫ് ലാബിലിറ്റീസ് സബ് ഹെഡിങ് കറന്റ് ലാബിലിറ്റീസ്. കറന്റ് ലാബിലിറ്റീസ് എന്താണ്? കറന്റ് ലാബിലിറ്റി എന്താണ്? നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ നമ്മള്. 1 year. യെസ്, liabilities that must be paid within 1 year. Yes, meaning the liabilities that must be paid. Liabilities that must be paid within 1 year. ഈ മീനിങ് ഒന്നും നമ്മൾ വെറുതെ എഴുതി പോകുന്നതല്ല, ഇതൊക്കെ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെന്താണ് മിസ് എന്ന് ചോദിക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഫസ്റ്റ് തന്നെ എടുത്തു തരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എഴുതാ. കറന്റ് ലാബിലിറ്റീസിന്റെ എക്സാമ്പിൾസ്. മീനിങ് എഴുതിയില്ലേ? കറന്റ് ലാബിലിറ്റീസിന്റെ എക്സാമ്പിൾസ് എഴുതാ. ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ള എക്സ്പെൻസസിനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ്.
ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. Next subheading, long-term liability. Long-term liability. Long-term liability. Meaning ഏതാ? Liabilities payable after more than 1 year. Liabilities payable after more than 1 year. നെക്സ്റ്റ് ക്യാപിറ്റലിന് ഹെഡിങ് കൊടുക്കാം. ടേംസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ മൂന്നാമത്തത് ക്യാപിറ്റൽ. മീനിങ് കൊടുക്കാം. ക്യാപിറ്റൽ ഈസ് ദ മണി ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ. Capital is the money invested by the owner in the business. Capital is the money invested by the owner in the business. It is used to start and run the business. It is used to start and run the business. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാനോ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ചിലപ്പോൾ അത് ബിസിനസ് തുടങ്ങുന്ന സമയത്താവാം, അതല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് ക്യാഷ് പോരാതിരിക്കുന്ന സമയത്ത് ഓണർക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിനും ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്, അഡീഷണൽ ക്യാപിറ്റൽ. ലോങ് ടൈം ലയബിലിറ്റീസിന് എക്സാമ്പിൾ എഴുതിയിട്ടില്ലല്ലോ. കറന്റ് ലാബിലിറ്റീസിന് എക്സാമ്പിൾസ് എഴുതിയില്ല. ലോങ് ടൈം ലയബിലിറ്റി long-term liabilities. എക്സാംസ് എഴുതിയില്ല അല്ലേ? എഴുതിക്കോ. ബാങ്ക് ലോൺ, ഡിബഞ്ചേഴ്സ്. ബാങ്ക് ലോൺ, ഡിബഞ്ചേഴ്സ് ഒക്കെ 1 ഇയറിൽ കൂടുതൽ ലാബിലിറ്റി ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ലോങ് ടേം ലാബിലിറ്റിന്റെ കാറ്റഗറിയിൽ വന്നത്. മൂന്നെണ്ണല്ലേ നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് ഇൻകം കൊടുക്കാം. അതിന്റെ മീനിങ് വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. മീനിങ് വേണ്ടല്ലോ. ഇൻകത്തിൽ തന്നെ ഇൻകത്തിന്റെ മീനിങ് ഉണ്ട്, എക്സ്പെൻസിനും അതിന്റെ മീനിങ് ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇൻകം എന്ന് പറയുന്നത് ബിസിനസിന്റെ വരുമാനം. ഏത് വഴിയാണെങ്കിലും ബിസിനസ്സിന് വരുമാനം ഉണ്ടാകുന്നതിന് ആ ടേമിൽ പറയുന്നതാണ്, അക്കൗണ്ടിങ് ടേമിൽ പറയുന്നതാണ് ഇൻകം. അതുപോലെ തന്നെ ബിസിനസിന്റെ ചെലവുകളൊക്കെ പറയുന്നതാണ് എക്സ്പെൻസ്. ഫോർത്ത് ഇൻകം, ഫിഫ്ത്ത് എക്സ്പെൻസ്.
സിക്സ്ത് ഏതാ? പർച്ചേസ്. സാധനങ്ങൾ വാങ്ങാം. ഇതിന് നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ പറയുന്നതാണ് പർച്ചേസ്. പർച്ചേസിന് കൊടുക്കാം. മീനിങ് ഏതാ? പർച്ചേസ് മീൻസ് buying goods for resale. Buying goods for resale. 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 Purchase means buying goods for resale or business use. നെക്സ്റ്റ് ടേം ആണ് സെയിൽസ്. സെയിൽസ് ഹെഡിങ് കൊടുക്കാം, എന്നിട്ട് മീനിങ് എഴുതാം. Sales means selling goods or services to the customers. Sales means selling goods or services. ഇവിടെ സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സർവീസസ് സെൽ ചെയ്യാം? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്കൂള്, ഇതൊക്കെ എക്സാമ്പിൾ ബിസിനസ് ആണ് ഇതൊക്കെ അല്ലെ. അവിടെ ഗുഡ്സ് ആണോ സെയിൽ ചെയ്യുന്നത് അവര്? അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ, സലൂൺ, ഇതിലൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നവര്? സർവീസ്. യെസ്, അവർ സെൽ ചെയ്യുന്നത് സർവീസ് ആണ്. അതാണ് സെയിൽസിന് ഇവിടെ മീനിങ് പറയുന്നത്. സെയിൽസ് മീൻസ് സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദി കസ്റ്റമേഴ്സ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ടേം ഡ്രോയിങ്സ്. DRAWINGS. ഡ്രോയിങ്സ്. മീനിങ് കൊടുക്കാം. ഡ്രോയിങ്സ് ആർ മണി ഓർ ഗുഡ്സ്. Drawings are money or goods withdrawn by the owner for personal use. Withdrawn by the owner for personal use. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഗുഡ്സോ ക്യാഷോ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓണർ വിഡ്രോ ചെയ്യുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുക്കുക ടേം സ്റ്റോക്ക്. സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. Stock or inventory. Stock is the goods. Stock is the goods stock is the goods available for sale. Available for sale in a business. Stock is the goods available for sale in a business. It is treated as a current asset. Stock എന്താണ്? ഒരു current asset ആണ് കേട്ടോ. It can be converted into cash within a short period of time. Stock is the goods available for sale in a business. It is
ട്രീറ്റഡ് ആസ് എ കറന്റ് അസറ്റ്. കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മള് എത്ര ടേംസ് പഠിച്ചു ഇപ്പൊ? എത്ര എഴുതി? 9. ഉം? 9. 9. 9. 9 ആണോ? ഓക്കെ. ഇനി ഒരു 2-3 ടേം കൂടെ എഴുതി കഴിഞ്ഞാല് അക്കൗണ്ടിങ് ടേംസ് ഓക്കെ. ഇതൊക്കെ മനസ്സിലായില്ലേ? ടേംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? Yes. ഇനി ഇതിന്റെ ബാക്കി നാളത്തെ ക്ലാസ്സിൽ. നാളെ അല്ല, എപ്പാണ്? ഇന്ന് തേഴ്സ്ഡേ അല്ലേ? ഇന്ന് സാറ്റർഡേ. ഓക്കെ. സാറ്റർഡേ ടൈം പിന്നെ ടൈം ഞാൻ അറിയിക്കാം. ഏതൊക്കെ ദിവസമാണ് കേൾക്കുന്നില്ല. ഏതൊക്കെ ഡേയ്സ് ആണുള്ളത്? തേഴ്സ്ഡേ, സാറ്റർഡേ, മൺഡേ. Tuesday, Thursday, Saturday. Thursday. ഓക്കെ, ട്യൂസ്ഡേ ആണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അക്കൗണ്ടിങ് റൂൾസ് ഉണ്ട്. ഡെബിറ്റ്, ക്രെഡിറ്റ്, അതുപോലെ തന്നെ ഡെബ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതിനൊക്കെ മീനിങ് ഏതാ? ജസ്റ്റ് റൂൾസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് ഒക്കെ ചെയ്യുക, എങ്ങനെയാണ് ജേണൽ ട്രാൻസാക്ഷൻസ് കിട്ടിയാല് ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതാം, ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ഇടാം കേട്ടോ. Okay. നമുക്ക് ഇതുപോലെ കുറച്ച് ക്ലാസ് നമുക്ക് ഇതുപോലെ തിയറി കൊണ്ടുപോയേ പറ്റൂ. എന്നാൽ മാത്രമേ ഒട്ടും ബേസിക് ഇല്ലാത്തവർക്ക് ക്ലാസ് ഫോളോ ചെയ്ത് പോകാൻ പറ്റും പ്രാക്ടിക്കലിലോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം സാറ്റർഡേ കേട്ടോ. Thank you, ma'am. ഓക്കെ, താങ്ക് യു.